നമസ്കാരം. 2024 IPL സീസൺ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായിരുന്നു. ഫൈനലിൽ പരാജയമൊഴിച്ചാൽ സർവ്വാധിപത്യത്തോടു കൂടിയാണ് IPL ഉടനീളം ഹൈദരാബാദ് പെർഫോം ചെയ്തത്. ക്യാപ്റ്റൻ പാറ്റ് കമിൻസ്, ഹെൻറി ക്ലാസൻ, ട്രാവിസ് ഹെഡ് മൂന്ന് പേരിലും അതിഗംഭീര പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച സീസൺ അത്രമേൽ ഹൈപ്പിൽ തന്നെയാണ് ഹൈദരാബാദ് അവസാനിപ്പിച്ചത്. 2025 മെഗാ താരലേലത്തിനും സൺറൈസേഴ്സിൻ്റെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. ഫോറിൻ സ്ലോട്ടുകളിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ യുവതാരങ്ങളെ എത്തിക്കുക എന്ന പ്ലാൻ തന്നെയായിരുന്നു താരലേലത്തിന് മുന്നോടിയായി ഉണ്ടായിരുന്നത്. അതുതന്നെ അക്ഷരാർത്ഥത്തിൽ ലേലത്തിൽ ചെയ്തിട്ടും സീസണിൽ മൂന്നാമതായി പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ടീമായി ഹൈദരാബാദ് മാറിയിരിക്കുകയാണ്. ഹൈദരാബാദിൻ്റെ ഈ സീസണിലെ പ്രകടനത്തോട് ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് ഓവർ കോൺഫിഡൻസും ഹൈപ്പുമാണ്. ഈ രണ്ടുമാണ് ഹൈദരാബാദിനെ കുഴിയിൽ ചാടിച്ചതെന്ന് നിസ്സംശയം പറയാം. എന്താണ് ഹൈദരാബാദിന് ഈ സീസണിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ ഇത്രത്തോളം നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചത് എന്തുകൊണ്ടാകാം? പരിശോധിക്കാം. IPL 2025 ആദ്യ സീസൺ ഹൈദരാബാദ് പടക്കം പൊട്ടിച്ച പോലെയാണ് തുടങ്ങിയത്. 286 റൺസാണ് രാജസ്ഥാൻ റോയൽസുമായി ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ സ്വന്തമാക്കിയത്. ആ വിജയം ഹൈദരാബാദിനെ ശരിക്കും സീസണിലെ ഏറ്റവും ഡേഞ്ചറസ് ടീമാക്കി മാറ്റിയെങ്കിലും പിന്നീട് തുടർച്ചയായിട്ടുള്ള 4 പരാജയങ്ങൾ ഹൈദരാബാദിനെ മൊത്തം വൃതം നഷ്ടപ്പെടുത്തി. സീസണിൽ പറയത്തക്ക മറ്റൊരു വിജയം കൂടെ ഹൈദരാബാദിന് സ്വന്തമായി ഉണ്ടായിരുന്നു, പഞ്ചാബ് കിങ്സുമായുള്ള റെക്കോർഡ് ചേസ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും തലങ്ങും വിലങ്ങും പഞ്ചാബ് ബോളർമാരെ പായിച്ചപ്പോൾ ചരിത്ര ചേസിംഗ് ആണ് ഹൈദരാബാദ് നടത്തിയതെന്ന് പറയാം. എന്നാൽ അതുകൊണ്ടൊന്നും ഹൈദരാബാദിൽ സീസണിൻ്റെ വര തെളിഞ്ഞില്ലെന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരും. വലിയ പ്രതീക്ഷയോടുകൂടെ ടീമിൽ എത്തിച്ച പ്രധാന താരങ്ങളെല്ലാം പ്രകടനം കൊണ്ട് താഴോട്ട് പോയതാണ് ഹൈദരാബാദിനെ ഏറെ പ്രതികൂലമായി ബാധിച്ചത്. സീസണിൽ റൺ വേട്ടക്കാരുടെ പട്ടിക എടുത്താൽ 314 റൺസ് നേടിയ അഭിഷേക് ശർമ്മയും 311 റൺസ് നേടിയ ക്ലാസിനും 281 റൺസ് നേടിയ ട്രാവിസ് ഹെഡും 196 റൺസ് മാത്രം നേടിയ ഇഷാൻ കിഷൻ എന്നിവരാണ് ഹൈദരാബാദിൻ്റെ ഏറ്റവും സൂപ്പർ താരങ്ങളായി ബാറ്റ് ചെയ്തത്. മറ്റ് പ്രതീക്ഷയോടുകൂടിയുള്ള പ്രകടനം കാഴ്ചവെച്ചത് യുവതാരം അൻകിത് വർമ്മയാണ്. 193 റൺസാണ് മധ്യനിര താരമായ അൻകിത് വർമ്മ നേടിയത്. ഇതിൽ ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയതൊഴിച്ചാൽ മറ്റൊരു മത്സരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തത് വലിയ രീതിയിൽ ഹൈദരാബാദിന് തിരിച്ചടിയായി. അഭിഷേക് ശർമ്മയുടെ കാര്യവും വ്യത്യസ്തമല്ല. പഞ്ചാബ് കിങ്സുമായുള്ള 141 ഒഴിച്ചാൽ അഭിഷേക് ശർമ്മയ്ക്കും അത്ര മികച്ച സീസൺ 2025 സംഭവിക്കുന്നില്ല. ഹൈദരാബാദ് ബോളേഴ്സിലേക്ക് വരികയാണെങ്കിൽ മികച്ച സ്പിന്നറുടെ അഭാവം ഹൈദരാബാദിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. എന്നാൽ അതൊരു പരിധിവരെ മാനേജ് ചെയ്യാൻ സീഷൻ അൻസാരിക്ക് സാധിച്ചതും വലിയ രീതിയിൽ ആശ്വാസകരമായി. എന്നാൽ ട്രാവലിംഗ് ടീമുകളിലൊന്നും പ്രധാനപ്പെട്ട സ്പിന്നർ ഇല്ലാത്തത് ഹൈദരാബാദിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വമ്പൻ പൈസയ്ക്ക് ടീമിലെത്തിച്ച മുഹമ്മദ് ഷമി നിറം മങ്ങിയ പ്രകടനമാണ് IPL-ലുടനീളം കാഴ്ചവെച്ചത്. 6 വിക്കറ്റ് മാത്രമാണ് ഷമിയിൽ നിന്നും നേടാനായത്. മാത്രമല്ല പഴയ പോലെ സ്വിങ്ങും സീ മൂവ്മെൻറ്റും ഒന്നും ഷമിയിൽ നിന്നും ഹൈദരാബാദ് പിച്ചുകളിൽ കാര്യമായി ലഭിച്ചില്ല. ഒരുപക്ഷെ ഗുജറാത്ത് ടൈറ്റൻസ് വേണ്ട പോലെ ഷമിക്ക് വേണ്ടി ബിഡ് ചെയ്യാതിരുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാകാം. വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ഹർഷൽ പട്ടേൽ 14, പാറ്റ് കമിൻസ് 13, ജയദേവ് ഉനാഡ്കട്ട് 7 വിക്കറ്റ് നേടിയതൊഴിച്ചാൽ ബോളർമാർ നിറം മങ്ങിയതാണ് പ്രധാനമായും ഹൈദരാബാദിനെ ബാധിച്ചത്. മാത്രമല്ല മധ്യ ഓവറുകളിലെ ബാറ്റിങ്ങിൽ മെല്ലെപ്പോക്കും ഹൈദരാബാദിനെ എത്തിക്കേണ്ടത് തന്നെ എത്തിച്ചു എന്ന് പറയേണ്ടി വരും. വമ്പൻ പൈസയ്ക്ക് ടീമിൽ നിലനിർത്തിയ നിതീഷ് കുമാർ റെഡ്ഡിയിൽ നിന്നും വളരെ നിറമങ്ങിയ സീസണാണ് ഹൈദരാബാദിന് ലഭിച്ചത്. ഏവരും ഹാർദിക് പാണ്ഡ്യയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച നിതീഷ് റെഡ്ഡി IPL സീസണിൽ ശരിക്കും വെള്ളം കുടിക്കുന്ന കാഴ്ചയും കാണാനിടയായി. ക്ലാസൻ T20 നമ്പർ 1 ബാറ്ററാണെങ്കിലും പല മത്സരങ്ങളിലും ക്ലാസൻ ഇറങ്ങുന്നത് അതീവ സമ്മർദ്ദത്തിലേക്കാണ്. അവിടെ നിന്ന് ടീമിൻ്റെ ഒരു വമ്പൻ ഇന്നിങ്സ് ഒന്നും കളിക്കാൻ തക്ക കെൽപ്പൊന്നും ക്ലാസിന് കാണുന്ന വിധം ഈ സീസണിൽ കണ്ടില്ല. കഴിഞ്ഞ കൊല്ലം കണ്ട ക്ലാസിൻ്റെ നിഴൽ മാത്രമാണ് 2025 കണ്ടതെന്ന് നിസ്സംശയം പറയാം. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരം എടുത്തു പറയണം. ഹൈദരാബാദ് അതിഗംഭീരമായി പന്തെറിഞ്ഞിട്ടും ഭാഗ്യക്കളി ഹൈദരാബാദിന് എഗെയിൻസ്റ്റ് തന്നെയായിരുന്നു. 5 മത്സരങ്ങളിൽ മാത്രം ടോസ് ജയിച്ചതും ഹൈദരാബാദിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേടായി തന്നെ പറയേണ്ടി വരും. ടോസിന് വലിയ പ്രാധാന്യമുള്ള 2024 മിക്ക ടീമുകളും തീരുമാനിക്കുന്നത് ആദ്യം ബൗൾ ചെയ്യാനാണ്.
എന്നാൽ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം പല മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതും ഒരു നിർണായക തീരുമാനമായി. വരും സീസണിൽ കാര്യമായ മാറ്റങ്ങൾ ഹൈദരാബാദ് സ്ക്വാഡിൽ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ബോളിംഗ് ലൈനപ്പിൽ. സിഷൻ അൻസാരിയെ പോലെയുള്ള ചില താരങ്ങൾ വമ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അൻകിത് വർമ്മയിലും പ്രതീക്ഷയുണ്ട്. എന്നാൽ മികച്ച എക്സ്പീരിയൻസ് സ്പിന്നറെ കൊണ്ടുവന്ന് ഒരു കാലത്ത് റഷീദ് ഖാൻ ഉണ്ടായിരുന്ന ടീമിനെ പോലെ ആക്കാൻ തക്കവണ്ണം കെൽപ്പ് ഹൈദരാബാദിനുണ്ട്. ഇതിനെല്ലാം പുറമെ ഏറ്റവും കൂടുതൽ ആരാധകരെ സങ്കടപ്പെടുത്തുന്നത് കാവ്യ ചേച്ചിയുടെ കരച്ചിൽ തന്നെയാണ്. 2024 IPL ഫൈനലിൽ അന്ന് കാവ്യ ചേച്ചി കരഞ്ഞത് ആരും മറന്നു കാണില്ല. ഇത്തരത്തിലുള്ള ഓവർ കോൺഫിഡൻസ് തന്നെയാകാം ഹൈദരാബാദിനിപ്പോൾ ഏറ്റവും സമ്മർദ്ദമായിരിക്കുന്നത്. Subscribe to One India and never miss an update.